ഹലോ ഗായ്സ്, നമ്മള് മേൽപ്പളനിയിൽ വന്നിട്ടുള്ള കേട്ടോ എമ്പിന്റെ മുട്ട അടിക്കാനാ. എങ്ങനെയാവാന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു പഴനി ഉണ്ട് എന്നറിഞ്ഞത് ഞാൻ ഈ റീസെൻ്റ് ആയിട്ടാണ്. അതും നമ്മുടെ കോഴിക്കോട്. കുഞ്ഞാപ്പൂൻ്റെ മുടി അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേൽപ്പളനി കൊണ്ടുപോയിട്ട് മുട്ടയടിക്കാന്നുള്ളത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. നമ്മൾ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ആംബിയൻസും ഈ ഒരു ഫീലൊന്നും കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും ഭംഗിയിലാണ് ഈ ക്ഷേത്രം ഇവിടെ പണിയിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ശരിക്കും അത്ഭുതമായി പോകും, നമ്മൾ തമിഴ്നാട്ടിലാണോ പളനിയിലാണോ പോയിട്ടുള്ളത്. അതേ സ്ട്രക്ചറിലും അതേ ആംബിയൻസിലും അതേ ഡിസൈൻസിലൊക്കെയാണ് നമ്മുടെ കോഴിക്കോടും ഇവിടെ മേൽപ്പളനിയിൽ ഇങ്ങനൊരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുഞ്ഞാപ്പൂൻ്റെ മുടി മേൽപ്പളനിയിൽ നിന്ന് വെട്ടാന്നുള്ളത് ഒരു വഴിപാടായിരുന്നു. അപ്പോൾ അവന് 1.5 വയസ്സായപ്പോഴാണ് നമ്മൾ ചെയ്തത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ ഒറിജിനൽ പളനി ക്ഷേത്രത്തിൻ്റെ അതേ വലുപ്പത്തിലും അതേ സ്ട്രക്ചറിലും അതേ ആംബിയൻസോട് കൂടിയിട്ടാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, പഴനി ക്ഷേത്രത്തിലെ അതേ വഴിപാടും അതേ പൂജയും തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഇവിടെ എത്തിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വഴിപാട് കൗണ്ടറിൽ പോയിട്ട് നമ്മുടെ വഴിപാടുകളൊക്കെ പറഞ്ഞ് അതിൻ്റെ റെസിപ്റ്റ് മുറിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ക്ഷേത്രത്തിലേക്ക് 2 വഴികളാണുള്ളത്. ഒന്ന് ഡയറക്റ്റ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പാർക്കിങ്ങിലേക്ക് തന്നെ എത്തുന്നത് വഴി. രണ്ടാമത്തത് അത്രയും സ്റ്റെപ്പുകൾ കയറുന്ന ഒരു വഴിയും കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പറയുന്നത്, വലിയൊരു മലയുടെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ചുറ്റും വലിയ കാടുകളും മരങ്ങളും ഒക്കെയാണ് കേട്ടോ. തലമുണ്ടനം ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇത്തിരി നേരം വെയിറ്റ് ചെയ്തു. നമ്മൾ മുടിയും കളഞ്ഞ് ഒരു തേങ്ങ ഉടച്ചിട്ട് ഇനി അത്രയും സ്റ്റെപ്പുകൾ കയറിയിട്ട് മേൽപ്പളനി ക്ഷേത്രത്തിലേക്ക് എത്തണം കേട്ടോ. മോൻ്റെ മുട്ടയടിക്കുന്ന വീഡിയോ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാനും അപ്പൂസും മാത്രമായതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല. നമുക്കൊരു ടെൻഷനായിരുന്നു, എമ്മിന് അനങ്ങോ തല മുറിയോ എന്നൊക്കെ. ഇതിന് മുന്നേ ഇറങ്ങിപ്പോയിട്ടുള്ള കുട്ടീൻ്റെ അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെതാ മുട്ടയടിച്ച് കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി ചിങ്കിച്ചിക്ക പൊന്നെ ഇങ്ങോട്ട് നോക്ക്. അത്രയും സ്റ്റെപ്പുകൾ കയറി അവിടെ എത്തിയപ്പോഴേക്കും ഒരു വിധമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മോനെ അവിടെ തൊഴിയിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. അന്നദാനത്തിനുള്ള ടോക്കണൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് അന്നദാനം കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കാസർഗോഡ് വരെ എത്തണമായിരുന്നു. ഇത്രയും വലിയൊരു ക്ഷേത്രത്തിൽ ഭയങ്കര ഒച്ചപ്പാടോ ബഹളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിരുന്നു. ഭയങ്കര രസമായിരുന്നു അവിടെ ഇത്തിരി നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ. അതാ അങ്ങോട്ട് നോക്കൂ, മുട്ട. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ അടിച്ച് തിരിച്ച് വന്നു കേട്ടോ. നമ്മൾ കോഴിക്കോട് നിന്ന് നേരെ വന്നത് കാസർഗോഡേക്കാണ്. ഇന്ന് എൻ്റെ വീട്ടിലല്ല നമ്മുടെ നാട്ടിൽ ഒരു അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഉണ്ട്. അപ്പോൾ അതും കൂടി എമ്മിനെ ഒന്ന് കാണിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. ഇവിടെ എത്തിയപ്പോഴാണ് അച്ഛൻ കുറേ ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അതും പല വെറൈറ്റിയിലുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാതും പൈസ കൊടുത്ത് വാങ്ങി വെച്ചതായിരിക്കും. മുട്ടയൊക്കെ അടിച്ച് കാസർഗോഡ് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാൻ പോയപ്പോഴാണ് നല്ല പന്നി റോസ്റ്റും അപ്പമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് നേരെ അമ്പലത്തിലേക്കാണ് പോയത്. അമ്പലത്തിൽ ഇന്നാണ് അയ്യപ്പൻ വിളക്ക് നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ അയ്യപ്പൻ വിളക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര വൈബ് പരിപാടിയാണ്. ഉച്ചയ്ക്ക് നല്ല അന്നദാനം ഉണ്ടായിരുന്നു. അതും കഴിച്ചിട്ട് നമ്മൾ നേരെ അയ്യപ്പൻ വിളക്കിൻ്റെ പ്രോഗ്രാമിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ചെറിയൊരു നാട്ടിൽ നമ്മുടേതായിട്ടുള്ളൊരു ഭജനമഠം, അവിടുത്തെ ഒരു ഉത്സവം എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രസമാണ്. നമുക്കത് രാവിലെ തൊട്ട് തുടങ്ങും. അയ്യപ്പൻ വിളക്ക് രാത്രിയാണെങ്കിലും കുറേ കാര്യങ്ങളും കുറേ പരിപാടികളൊക്കെ രാവിലെ തന്നെ ചെയ്ത് തീർക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. ഞാൻ ഇത്രയും നേരം പറഞ്ഞ അയ്യപ്പൻ വിളക്ക് കൂടി നമുക്ക് കാണാം കേട്ടോ. പഞ്ചാദ്രിനാഥനി സന്നിധാനത്തിലെ സന്യാസിത്തികൾ, പഞ്ചഭൂതങ്ങളും പാടി നമിക്കുന്ന സംക്രാന്തി കനിവ്, ചന്ദന പൂനില പട്ടുപുതയ്ക്കുന്ന വേദാന്തത്തിടമ്പ്, നൊന്തു
കൽപ്പാന്ത കുളിര് ഹരിഹര സുതനടിയനെ ഇനി സാന്ത്വനത്തേനൂട്ട് ഹാലാസ്യനാഥന്റെ പൊന്നുണ്ണിയായന്റെ സംഗീത പൊരുള് അയ്യപ്പൻ സായുജ്യപ്പടവ് പാലഴിച്ചേരോടെ പായും പമ്പി നിന്നെ പൂണൂലായി പൊന്നയ്യൻ ചാർത്തുന്നുണ്ടേ കാനനമേട്ടിലെ പൊന്നു പതിഞ്ഞൊരു ശ്രീവാഴും വീട് കന്നിയയ്യപ്പന്റെ കുഞ്ഞു മനസ്സിലെ ഓങ്ക